Hi all, again welcome back to our channel. In this class, I would like to share the summary and analysis of the Coolie. It's a novel written by Mulkraj Anand. This novel is the second novel in your syllabus and it is much more important in Indian English literature, and this novel could portray or reveal the social, economical, or the suppression of downtrodden people or downtrodden community, or we can say the untouchable community in Indian society. And this novel portrays how our society treats the lower class people or lower class community in India, and these all horrors and these all things are presented in a realistic, highly realistic way. So, first of all, we have to discuss something about the biography of Mulkraj Anand. So, Mulkraj Anand was born in 1905 in Peshawar in present day Pakistan. So, he a pioneer of Indian writing in English. He gained an international following early in his life. Then his novels Coolie and Untouchable. So, Coolie and Untouchable are the two novels written by Mulkraj Anand. മുൾക്രാജ് ആനന്ദിൻ്റെ രണ്ട് നോവൽസ് കൂലിയും അൺടച്ചബിളും ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഈവിൾ, അതായത് റിലീജിയൻ്റെയും ട്രഡീഷൻ്റെയും പേരിൽ പിന്നെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ആളുകൾ കാണിക്കുന്ന ഹൊറേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചിത്രീകരിക്കുകയാണ് മുൾക്രാജ് ആനന്ദിൻ്റെ രണ്ട് നോവൽസിലൂടെ. These and other early novels and short stories brought into sharp focus the dehumanizing contradictions with colonized Indian society. Through his writings, he revealed that in addition to the foreign colonialism of Britain, there existed layers of colonialism within Indian society. So, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് അദ്ദേഹത്തിൻ്റെ വർക്കിലൊക്കെ അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തീം എന്ന് പറയുന്നത് ഡീഹ്യൂമനൈസിങ് ആണ്. അതായത് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഡീഹ്യൂമനൈസിങ് കോൺട്രാഡിക്ഷൻ വിത്തിൻ കോളനൈസ്ഡ് ഇന്ത്യൻ സൊസൈറ്റി. അത് കോളനൈസ്ഡ് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഒരു ഡീഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള മനോഭാവം, അതായത് മനുഷ്യത്വം ഇല്ലാത്ത ടൈപ്പ് മനോഭാവത്തെയാണ് നമ്മൾ ഡീഹ്യൂമനൈസിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ though this writing he revealed that the addition to the religion foreign colonialism of Britain. സോ അതേ സമയം തന്നെ അദ്ദേഹം കൊളോണിയലിസം എങ്ങനെ നമ്മളുടെ ഈ ഒരു സൊസൈറ്റീനെ ബാധിച്ചു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു കാന്തപുരയിൽ കൊളോണിയലിസത്തിൻ്റെ ഇഫക്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ സൊസൈറ്റീൻ്റെ മറ്റൊരു മുഖമാണ്. ഇത് വേറൊരു ഫേസാണ് കാണിക്കുന്നത്. അതായത് കൊളോണിയലിസം എന്ന് പറയുന്നത് ലോ ക്ലാസ്സിലുള്ള ആളുകളെ എങ്ങനെ ബാധിച്ചു, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള ആളുകൾ ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദി ഇന്റേണൽ കൊളോണിയലിസം stood in the way of Indian transition to the modern civil society. അതായത് കൊളോണിയലിസ സമയത്ത് അല്ലെങ്കിൽ അവരിവിടുന്ന് പോയെങ്കിലും ഇവിടെ ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ആളുകളുടെ ഉള്ളിൽ ഈ ഒരു കൊളോണിയലിസത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അതായത് നമ്മളിപ്പോഴും താഴ്ന്ന ജാതിക്കാരെ അവർ താഴ്ന്നവരാണെന്ന് തന്നെയല്ലേ പറയുന്നത്, അല്ലേ? അവരെ പുച്ഛിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഈ താഴ്ന്ന ജാതിക്കാർക്ക് കൾച്ചറില്ല, ആൻഡ് അവർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, വിദ്യാഭ്യാസമല്ല, അങ്ങനെയൊക്കെ വളരെ നല്ല മോശപ്പെട്ട രീതിയിൽ നമ്മൾ പുച്ഛിക്കാറുണ്ട്. അതെല്ലാവരും ചെയ്യുന്നതാണ്, ചെയ്തിട്ടും ഉണ്ടാവും. സോ ആ ഒരു കാര്യത്തെയാണ് ഇവിടെ മുൾക്രാജ് ആനന്ദ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. അവിടെ ഈ കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെയും മുന്നിൽ മനുഷ്യത്വം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സംഭവം ആരുടെ മൈൻഡിലും വരില്ല. എല്ലാവർക്കും ജാതി അല്ലെങ്കിൽ മതം, അതാണ് എല്ലാത്തിനും മുകളിൽ, അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അതിനാണ് എന്ന് വിശ്വസിക്കുന്ന ഇങ്ങനൊരു സൊസൈറ്റീൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു
അൺടച്ചബിൾ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ബോയ് എന്ന് പറയുമ്പോൾ മുന്നു എന്നാണ് നമ്മുടെ ക്യാരക്ടറിൻ്റെ പേര്. പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേര് മുന്നു ആണ്. അപ്പം ആ മുന്നു എങ്ങനെ സ്ട്രഗിൾ ചെയ്തു വരുന്നു, അല്ലെങ്കിൽ ആ അണ്ടർ ക്ലാസ് ആയതുകൊണ്ട് തന്നെ, ലോവർ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ ജീവനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു സമ്പത്തിനോ അല്ലെങ്കിൽ അവൻ്റെ അവകാശത്തിനോ ആരും ഇവിടെ വില കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്ത്യൻ സൊസൈറ്റി എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഉള്ളിലൂടെ തന്നെ വേറൊരു കൊളോണിയൽ ലെയർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഹാസ് റിട്ടൺ എക്സ്റ്റെൻസീവ്ലി ഇൻ ഏരിയാസ് ആസ് variegated and diverse as art and sculpture, politics, Indian literature and history of ideas. He kept in constant touch with literary giants from across the globe, among E.M. Forster, who wrote the foreword to the novel Untouchable. സോ അൺടച്ചബിൾ എന്ന് പറയുന്ന നോവലിൻ്റെ ഫോർവേഡ് എഴുതിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആമുഖം എഴുതിയിട്ടുണ്ടായിരുന്നത് E.M. ഫ്രോസ്റ്റ് ആയിരുന്നു. അതായത് മുൾക്രാജ് ആനന്ദിന് അത്രയും വൈഡായിട്ടുള്ള റൈറ്റേഴ്സിന്, അതായത് നമ്മുടെ ഗ്ലോബലിലുള്ള മിക്ക ഫേമസ് റൈറ്റേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തെ നമ്മുടെ ഇന്ത്യയുടെ ചാൾസ് ഡിക്കൻസ് എന്നാണ് വിളിക്കുന്നത്. മുൾക്രാജ് ആനന്ദ് ഈസ് ഓൾസോ നോൺ ആസ് ദി ചാൾസ് ഡിക്കൻസ് ഓഫ് ഇന്ത്യ. അതെന്തുകൊണ്ടാണ്? ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ട്, അതായത് റിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് നോവൽസ് എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുൾക്രാജ് ആനന്ദ് എന്ന് പറയുന്നത്. മുൾക്രാജ് ആനന്ദ് റിസീവ്ഡ് ദി ഇൻ്റർനാഷണൽ പീസ് പ്രൈസ് ഫ്രം വേൾഡ് പീസ് കൗൺസിൽ, ദെൻ സാഹിത്യ അക്കാദമി അവാർഡ്, പത്മഭൂഷൺ ആൻഡ് ലെവർഹൾം ഫെലോഷിപ്പ് are some of the awards and accolades during his long literary career. അപ്പോൾ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഹോണറബിൾ ആയിട്ടുള്ള പ്രൈസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ദെൻ ഇതൊക്കെയാണ് മുൾക്രാജ് ആനന്ദിനെ കുറിച്ച് ഉള്ളൊരു നല്ലൊരു ബയോഗ്രഫിയാണിത്. ഒരുപാട് വേണ്ട പോയിൻറ്റ്സ് മാത്രം തന്നിട്ട് വളരെ ചുരുക്കി ഷോർട്ടാക്കിയിട്ട് തന്നിട്ടുള്ളൊരു ബയോഗ്രഫിയാണ്. സോ ഇത് നിങ്ങൾ പഠിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കാം. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദി സമ്മറി ഓഫ് കൂലി. സോ since its publication in 1936, Mulkraj Anand's novel Coolie has become a landmark in modern Indian literature. The novel condemned the social, economical and cultural impact of more than 2 centuries of British occupation and indicted India's own rigid caste system, which had long separated its citizens into groups based on their work status and their ethnicity. So 1936 ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് അതിൽ പോർട്രേ ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അത് നോവൽ ഡിസ്കസസ് ദി economical, cultural and social impact of British occupation and the rigid caste system in India. And the work proved that the rigid caste system is separated its citizens. അതായത് ഇന്ത്യയിലുള്ള റിജിഡ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിസൺസിനെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകളെ തമ്മിൽ എപ്പോഴും സെപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ വേർതിരിക്കുന്ന ഒരു കാര്യമാണത്. മെൻ്റലി ആൻഡ് ഫിസിക്കലി അവരെ ക്ലാഷിൽ എത്തിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു റിജിഡ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. Then the novel appeared at the age of turbulent decade in which India itself, under the moral leadership of Mahatma Gandhi, began to agitate for its independence and in the process has struggled to define itself. So മഹാത്മാ ഗാന്ധിയുടെ ഒക്കെ ഫ്രീഡം സ്ട്രഗിൾ ടൈമിലൊക്കെ തന്നെയാണ് ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Much like the social realist novels of Charles Dickens and John Steinbeck, writers whom Anand was compared, Coolie aims to awaken awareness to the plight of the underclass, the suffering of the indignities of life below the poverty line, and the generations uneducated and unskilled exploited by wealthy and denied even the expectations of improving their lot.
സോ ഞാൻ നേരത്തെ പറഞ്ഞു ചാൾസ് ഡിക്കൻസിനെ പോലെ തന്നെ ഏറ്റവും നമ്മുടെ സൊസൈറ്റീൻ്റെ കാര്യങ്ങൾ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യുന്ന എഴുതുന്നൊരു വ്യക്തിയായിരുന്നു മുൾക്കരാജ് ആനന്ദ് എന്ന് പറയുന്നത്. ആൻഡ് കൂലി എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അവയർനെസ് ആണ്. അതായത് അണ്ടർ ക്ലാസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് സോഷ്യലി ഇക്കണോമിക്കലി സഫർ ചെയ്യുന്ന ഓരോ ആളുകളെ, അതുപോലെ തന്നെ ഇൻഡിജിനസ് മീൻസ് പ്രാകൃതമായിട്ടുള്ള ആളുകളെ, അതുപോലെ പോവർട്ടി ലൈനിൽ ഏറ്റവും താഴെയുള്ള ആളുകളെ, നമ്മുടെ ജനറേഷൻസിനെ ഒക്കെ അവൈക്കൺ ചെയ്യുന്ന ഒരു വർക്കാണ് കൂലി എന്ന് പറയുന്നത്. സോ കൂലിയിലൂടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസണാണ് മുൾക്കരാജ് ആനന്ദ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള വെൽത്തി ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് പിന്നെ പാവപ്പെട്ട ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യം ഇതിൽ കാണിക്കുന്നുണ്ട്. സോ ഇൻ ടെല്ലിങ് the story of life and death of a 14-year-old orphan named Munu, an uneducated boy from the hill country of north central India who works his short life to secure gainful employment and living wage, Anand offers a portrait of the struggle to assert one's dignity and humanity amid poverty, hunger and disease. സോ 14-year-old ബോയ് ആയിട്ടുള്ള മുനു ആണ് ഇതിലെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. സോ മുനു എന്ന് പറയുന്ന ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പോവർട്ടി ലൈനിന് താഴെയുള്ള ഓർ പിന്നെ അണ്ടർ ക്ലാസ്സിൽ പെട്ടിട്ടുള്ള ഒരാളെയാണ് മുനു റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അയാൾ ഒരു 14 ഇയർ അല്ലെങ്കിൽ 14 വയസ്സ് മുതൽ തന്നെ അദ്ദേഹം അനുഭവിച്ച് വരുന്ന ഒറ്റപ്പെടലും അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസും ആൻഡ് പോവേർട്ടിയും ആൻഡ് ഹങ്കറും ഡിസീസും അതുപോലെ തന്നെ എവിടെയും ഒരു ഡിഗ്നിറ്റി ഇല്ലാതായി മാറുന്ന, ഒരു സ്വന്തമായിട്ടൊരു അഡ്രസ്സ് പോലും ഇല്ലാണ്ടായി മാറുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് ഇവിടെ മുന്നു എന്ന് പറയുന്നത്. സോ ആ ഒരു ഹൊറിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ പോവർട്ടി ലൈനിൽ താഴെയുള്ള വ്യക്തികളുടെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനെയാണ്, പതറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയാണ് ഈ ഒരു വർക്കിൽ മുൾക്കരാജ് ആനന്ദ് കാണിക്കുന്നത്. സോ ഇതാണ് കൂലി എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. എന്താണ് എയിം ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഇപ്പോൾ പറഞ്ഞത്. സോ നമുക്ക് സമ്മറി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എ യങ് ബോയ്, ഹീസ് വെരി ഹാപ്പി ആൻഡ് an orphan being raised by his aunt and uncle, he enjoys going to school and playing amid the gently rolling Kangra hills around the native village of Bilaspur. So ബിലാസ്പൂരിലാണ് ഇവരുടെ നമ്മുടെ മുന്നു താമസിക്കുന്നത്. ഓക്കെ, ആ പേര് മറക്കരുത് കേട്ടോ, ബിലാസ്പൂർ എന്ന് പറയുന്ന പേര് മറക്കരുത്. ആൻഡ് ഹീ റേസ്ഡ് ബൈ ഹിസ് ഓണ്ട് ആൻഡ് അങ്കിൾ. സോ he is an orphan. So he brought up in his uncle's and his home, and he enjoyed his school life. But when Munu is 14 years, however, his uncle tells him he can no longer afford to provide for Munu. അതായത് ഒരു 14 വയസ്സൊക്കെ ആയപ്പം അങ്കിൾ പറയുകയാണ് ഇനി മുന്നുവിനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഓഫറിങ് ബട്ട് ഇറ്റ്സ് എ റൈറ്റ് ഓഫ് എ പേഴ്സൺ. അത് ആ കുട്ടി 14 വയസ്സ് വരെ നല്ല ഹാപ്പി ആയിട്ട്, ചെറിയ കുട്ടിയായിരുന്നല്ലോ, 14 വയസ്സ് വരെ ഹാപ്പി ആയിട്ട് പഠിച്ചു. പക്ഷെ 14 വയസ്സായപ്പം അങ്കിള് പറഞ്ഞു ആളെ ഇനി ഒന്നും പ്രൊവൈഡ് ചെയ്തു തരാൻ പറ്റില്ല എന്നുള്ളത് പറയാണ്. അങ്കിൾ ആസ്ക്ഡ് ടു മുന്നു ടു ഏൺ ഹിസ് ഓൺ വേ. അത് അവൻ്റെ ലൈഫിന് ആവശ്യമുള്ളത് അവൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്കിൾ പറയാണ്. ദെൻ ബോയ് ഹാസ് ലിറ്റിൽ എഡ്യൂക്കേഷൻ ആൻഡ് നോ എംപ്ലോയബിൾ സ്കിൽ. 14 വയസ്സുള്ള കുട്ടിയെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. സോ അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും മുന്നു എന്ന് പറയുന്ന കുട്ടിക്ക് ചെറിയ എഡ്യൂക്കേഷനേ ഉള്ളൂ ആൻഡ് അദ്ദേഹത്തിന് അങ്ങനെ എംപ്ലോയബിൾ സ്കില്ലൊന്നും ഉണ്ടായിരുന്നില്ല. Then the uncle takes the boy to the nearby town of Shamnagar, where he is indentured as a house servant to a middle-class bank clerk and his family. So മുന്നുവിനെ അടുത്ത ടൗണായിട്ടുള്ള ഷാംനഗറിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു ബാങ്ക് ക്ലർക്കിൻ്റെ വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഹൗസ് ഹോൾഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
സെർവൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ അവിടെ കൊണ്ടുവന്ന് ആക്കും. ഓക്കെ, ഷാംനഗറിലുള്ള ബാങ്ക് ക്ലർക്കിൻ്റെ വീട്ടിലാണ് മുന്നുവിനെ അങ്കിൾ കൊണ്ടാക്കുന്നത്. Although the banker treats the boy with some kindness and degree of compassion, his wife mercilessly overworks the boy, humiliates him at every turn and insults and degrades him. അതായത് ബാങ്ക് ക്ലർക്കിന് ആ കുട്ടിയോട് കുറച്ചൊരു കൈൻഡ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. പക്ഷെ ആളുടെ വൈഫ് വളരെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള രീതിയിലാണ് ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തത്. Munu finds a friend in the couple's young daughter, Sheila, who is entertained by Munnu's monkey dance and improvisational routine in which the boy acts and appears mannerisms of a monkey. അപ്പം മുന്നിന് അവിടെ കിട്ടിയൊരു ഫ്രണ്ടായിരുന്നു അവരുടെ ആ ബാങ്ക് ക്ലർക്കിൻ്റെ യങ് മകളായിട്ടുണ്ടായിരുന്ന ഷെയ്ല എന്ന് പറയുന്ന കുട്ടി. സോ ഈ ഷെയ്ല എന്ന് പറയുന്ന കുട്ടി എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ മുന്നു ഇങ്ങനെ മങ്കീനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിന്നെ മിമിക്രി പോലെ ചെയ്യുമായിരുന്നു. ഓക്കെ, അതിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. സോ അത് പിന്നെ ഷെയ്ല എന്ന് പറയുന്ന കുട്ടിക്ക് വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. സോ അവർ നല്ല നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് വൺ ഡേ ഇൻ ദി കോഴ്സ് ഓഫ് പ്ലേയിങ് മുന്നു ഗെറ്റ്സ് ക്യാരിഡ് അവേ വിത്ത് ഹിസ് മങ്കി റുട്ടീൻ ആൻഡ് ആക്സിഡൻ്റലി ബൈറ്റ്സ് ദ ഗേൾ. അതായത് കളിക്കുന്നതിൻ്റെ ഇടയിൽ കുരങ്ങന്മാർ നമ്മളെ കടിക്കില്ലേ, അതേപോലെ ആ ഷെയ്ല എന്ന് പറയുന്ന കുട്ടീനെ വെറുതെ തമാശയ്ക്ക് കളിയുടെ ആ ഒരു പിന്നെ ഹരത്തിൽ ആ കുട്ടി എന്ത് ചെയ്തു, ഷെയ്ലേനെ കടിച്ചു. സോ അത് ഭയങ്കര ഇഷ്യൂ ആയി അവിടെ. അതിൻ്റെ പേരിൽ മുന്നു എന്ന് പറയുന്ന കുട്ടീനെ ഒരുപാട് അവളുടെ പാരൻസ്, ആ ഷെയ്ല എന്ന് പറയുന്ന കുട്ടിയുടെ പാരൻസ് ഒരുപാട് അടിച്ചു. ഓക്കെ, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആക്ച്വലി കൂലി എന്ന് പറയുന്ന വർക്കിൻ്റെ സമ്മറി ഇപ്പം വലുതായിട്ടൊന്നും എവിടെ അവൈലബിൾ അല്ല. കുറച്ച് സൈറ്റിൽ ഇത്തിരി ഒരേ കാര്യം തന്നെ പല സൈറ്റിലും കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഡിഗ്രി ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് കൂലി എന്ന് പറയുന്ന വർക്കിൻ്റെ ഒരുപാട് സ്റ്റഡീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സമ്മറി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വരും. കാരണം അത്രയും ഈ കൂലിയിൽ മുന്നു എന്ന് പറയുന്ന ആ 14 വയസ്സുള്ള കുട്ടി അത്രയും സഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത് വായിക്കുമ്പോൾ കണ്ണിലിങ്ങനെ കാണും. ഓക്കെ, സോ അത്രയും പിന്നെ അടിപൊളിയായിട്ടാണ്, അല്ലെങ്കിൽ വായിക്കുന്ന ഓരോ വ്യക്തികളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ വേദനിപ്പിക്കുന്ന തരത്തിലാണ് മുൾക്രാജ് ആനന്ദ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആ 2 കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ അതായത് നമ്മുടെ മുന്നും ആ ഷെയ്ല എന്ന് പറയുന്ന പെൺകുട്ടിയും കളിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ പേരിൽ പിന്നെ മുന്നു അറിയാതെ ആ കുട്ടീനെ കടിച്ചു. സോ അതിൻ്റെ പേരിൽ ആ പേരൻസ് ഒരു ദയമില്ലാണ്ട് പിന്നെ മുന്നുവിനെ അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെറിഫൈഡ് ദ ബോയ് റൺസ് എവേ ആൻഡ് സ്റ്റീൽസ് എ റൈഡ് ഓൺ ട്രെയിൻ എൻഡിങ് അപ്പ് ദി സിറ്റി ഓഫ് ദൗലത്പൂർ അബൌട്ട് 2 hours ഈസ്റ്റ്. അതായത് പേടിച്ചിട്ട് ആ കുട്ടി അവിടെ നിന്ന് ഓടുകയാണ്. ഓക്കെ, 14 വയസ്സുള്ള ആ കുട്ടി ആ അടി സഹിക്കാൻ വയ്യാണ്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ആൻഡ് പിന്നെ ഒരു ട്രെയിനിൽ കയറിയിട്ട് ഒരു 2 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ദൗലത്പൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. ഓക്കെ, ഓൺ ദി ട്രെയിൻ he encounters Prabha Dayal, a kindly man who runs the town's sprawling chutney factory. Prabha and his wife take the runaway and offer Munu a safe and comfortable home. അതായത് ട്രെയിനിൽ വെച്ചിട്ടാണ് അദ്ദേഹം പരിചയപ്പെടുന്ന ഒരു പുതിയൊരാളാണ്, അല്ലെങ്കിൽ പുതിയ ക്യാരക്ടറാണ് പ്രഭാ ദയാൽ എന്ന് പറയുന്നത്. സോ പ്രഭാ ദയാലിന് ഒരു ചട്നി കമ്പനി ഉണ്ട്, ചട്നി ഫാക്ടറി ഉണ്ട്. സോ അവിടേക്ക് പ്രഭാ ദയാൽ ഈ കുട്ടീനെ കൊണ്ടുപോവാണ്, മുന്നുവിനെ കൊണ്ടുപോയിട്ട് ആളുടെ വൈഫും പ്രഭയും നല്ല രീതിയിൽ തന്നെ ആ കുട്ടീനെ ടേക്ക് കെയർ ചെയ്തു, മുന്നുവിനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ചട്നി ഫാക്ടറിയിൽ മുന്നുവിന് ഒരു ചെറിയ ജോലിയും കൊടുത്തു. ദ കണ്ടീഷൻസ് ആർ അൺപ്ലസൻറ്റ്. ദ ഫാക്ടറി സ്റ്റിങ്സ് ഓഫ് ഓർഗാനിക് വേസ്റ്റ് ആൻഡ് ദി ഫാക്ടറി ഫ്ലോർ ഓഫേഴ്സ് ലിറ്റിൽ വെന്റിലേഷൻ. ദ വർക്ക് ഈസ് ഹാർഡ്, ദ ഹവേഴ്സ് ആർ ലോങ് ആൻഡ് ദി പേ ഈസ് പിറ്റൻസ്. അതായത് ആക്ച്വലി നല്ല ഹോമും അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ളൊരു ഹോം ഓഫർ ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ മുന്നുവിനെ അവരങ്ങോട്ട് കൊണ്ടുപോയത്. പക്ഷെ അവിടെയുള്ള വർക്ക്, അതായത് ചട്നി കമ്പനിയിൽ ഉണ്ടായിരുന്ന വർക്ക് എന്ന് പറയുന്നത് അത്രയും ടെറിബിളായിരുന്നു.
കാരണം ഒരുപാട് ഓർഗാനിക് വേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെന്റിലേഷൻ കുറവായിരുന്നു, അതുപോലെ ശമ്പളം തീരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല ഹാർഡ് വർക്ക് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വെൻ പ്രഭാസ് ഓൺ business partner, the reptilian Ganapan schemes to defraud the business, and scheme collapses and Prabha is left to face creditors with no cash reserves. He is ruined and factory is closed. അങ്ങനെ ഫാക്ടറിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ആയിട്ട്, പിന്നെ അതായത് ഈ ഫാക്ടറിയുടെ ഒരു പാർട്ട്ണർ ആയിരുന്നു ഗണപത് എന്ന് പറയുന്ന ആൾ. സോ പ്രഭയും ഗണപതിൻ്റെ പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു ഫാക്ടറി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഗണപത് എന്തോ ഫ്രോഡ് കാണിച്ചിട്ട് ആ ഫാക്ടറീൻ്റെ ബിസിനസ് ആകെ കൊളാപ്സ് ആവുന്നു. ഓക്കെ, അങ്ങനെ ഫാക്ടറി അവസാനം പൂട്ടേണ്ടി വന്നു. Then Munu is back on the street, struggling to find a place to sleep among the homeless, the indigent and deceased. അതായത് അങ്ങനെ മുനുവിന് ആ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. പിന്നെ എവിടെയെങ്കിലും ഒന്ന് കിടക്കാൻ ഒരു സ്ഥലം തേടി നടക്കുമായിരുന്നു നമ്മുടെ മുനു എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ അദ്ദേഹം ഹി സീസ് കളർഫുൾ പോസ്റ്റേഴ്സ് അഡ്വർടൈസിങ് ദി സർക്കസ് ദാറ്റ് ഈസ് പാസിങ് ത്രൂ ഓൺ ഇറ്റ്സ് വേ ടു ബോംബെ. അപ്പോൾ ബോംബെയിലേക്ക് പോകുന്ന സർക്കസ് കമ്പനിയുടെ പരസ്യം അദ്ദേഹം കാണുകയാണ്. അപ്പോൾ മുന്നു ചിന്തിക്കുകയാണ്, ബോംബെ എന്ന് പറയുന്നത് ഒരു വലിയ സിറ്റി ആണല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് അവിടെ കിട്ടും. സോ ഹി ബിലീവ്സ് ദാറ്റ് ഇൻ ഹിസ് നെയ്വ് ഹാർട്ട് ദാറ്റ് ദ ഫാബുലസ് സിറ്റി ഈസ് കീ ടു ഹിസ് സാൽവേഷൻ. ഓക്കെ, അദ്ദേഹം ചിന്തിച്ചത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സാൽവേഷന് വേണ്ട ഒരു കീ ആണ് ഈ ഒരു ബോംബെ സിറ്റി, അല്ലെങ്കിൽ ബോംബെ സിറ്റിയിൽ എത്തിപ്പെടാം എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഹി ഈസ് ഇമ്മീഡിയറ്റ്ലി ടേക്കൺ എബാക്ക് by the sheer size, the noise and confusion of the city. He sleeps on the street. Work is hard to find. Then the city teeming with unemployed and unskilled coolies. അപ്പം അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവിടെയുള്ള വർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള സ്ട്രീറ്റിലുള്ള ആളുകളുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയും ടെൻസ്ഡ് ആണ്, അല്ലെങ്കിൽ അത്രയും സോറോഫുൾ ആണ് എന്നുള്ളത് പിന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുന്നു എന്ത് ചെയ്തു, ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ, അതായത് കോട്ടൺ മില്ലിൽ, കോട്ടൺ ഫാക്ടറിയിൽ പിന്നെ വർക്കിന് കയറുകയാണ്. ദ മിൽ ഈസ് റൺ ബൈ ബ്രൂട്ടൽ ഫോർമാൻ ഹൂ relishes mistreating, harassing and even physically abusing the coolies. So pejorative term for country's hoarders of unskilled labor. So അതിൻ്റെ ഒരു ഓണർ എന്ന് പറയുന്നത് വളരെ ഹരാസിങ് ആയിട്ടുള്ള, വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ കോട്ടൺ മില്ലിൻ്റെ ഓണർ എന്ന് പറയുന്നത്. സോ അവിടെ വർക്ക് ചെയ്യുന്ന കൂലീസിനോട്, അതായത് കൂലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ജോബിനെയാണ് നമ്മൾ കൂലി എന്ന് പറയുന്നത്. സോ അവിടെയുള്ള ആളുകളെ വളരെ വൃത്തികെട്ട രീതിയിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ എത്തിപ്പെട്ടു. ദെൻ അവിടെ ഉണ്ടായിരുന്ന നെക്സ്റ്റ് ഒരു ക്യാരക്ടറായിരുന്നു രത്തൻ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് എ ബേർലി വർക്കർ, എ ഫോമർ റെസ്ലർ ഹു അജിറ്റേറ്റ്സ് ഓപ്പൺലി ടു vociferously for the rights of the coolie and pitches the needs for the exploited workers to strike for better condition. സോ രത്തൻ എന്ന് പറയുന്ന ആൾ ആ കമ്പനിയിൽ ഫോമർ വർക്കറായിരുന്നു, ഒരു റെസ്ലറായിരുന്നു. സോ അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട കൂലീസിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് പിന്നെ അവരുടെ ഒരു ബെറ്റർ കണ്ടീഷന് വേണ്ടിയിട്ട് അവിടെ സ്ട്രൈക്ക് നടത്തിയത് ഈ ഒരു വ്യക്തിയായിരുന്നു. സോ ഈ വ്യക്തിയുടെ മുന്നിൽ ആര് വന്ന് പെട്ടു, നമ്മുടെ മുന്നു വന്ന് പെടുന്നു. സോ വെൻ രത്തൻ ഈസ് സമ്മർലി dismissed with little provocation, the workers protest. അതായത് ആളെന്ത് ചെയ്തു, രത്തൻ എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യപ്പെട്ടു. ദെൻ പിന്നീട് ആ സമരം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തത് ഇങ്ങനെ പിന്നെ റൈറ്റ് ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ. ഐ മീൻ ഇങ്ങനെ ആളുകളുടെ ബെറ്റർ കണ്ടീഷന് വേണ്ടിയിട്ട്, കൂലീസിൻ്റെ ബെറ്റർ കണ്ടീഷന് വേണ്ടിയിട്ട് ആൾ സ്ട്രഗിൾ ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ആൾ ഡിസ്മിസ് ചെയ്തത്. സോ ഈ ഒരു ടെറിഫൈഡ് ആയിട്ടുള്ള വയലൻസിൻ്റെ ഇടയിൽ പിന്നെ മുന്നു എന്ത് ചെയ്തു, മുന്നു രത്തൻ്റെ കയ്യിൽ നിന്നും സെപ്പറേറ്റഡ് ആയി. അതായത് രത്തനാണ് അവിടെ ഈ കൂലീസിന് വേണ്ടി കുറച്ചെങ്കിലും വോയിസ്
പുറത്തേക്ക് എടുത്തത്. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ലൈഫ് വേണ്ടേ. അപ്പം മുന്നു വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ആളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാവും എന്ന് ആളെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ റൈറ്റിൻ്റെ ഇടയിൽ, ആ സമരത്തിൻ്റെ ഇടയിലൊക്കെ പിന്നെ മുന്നു എന്ത് ചെയ്തു, മുന്നു അറിയാണ്ട് ആളുടെ ഇത് സെപ്പറേറ്റ് ആയി പോയി. ഓക്കെ, എ ക്യൂരിയസ് intervention of chance, Munu, now wandering the streets without work and without a home, is hit by touring car in which rides Mrs. May Mainwaring, a wealthy woman who, although half Indian, cultivates her image as a refined aristocratic British lady. So, അങ്ങനെ പണിയൊന്നും ഇല്ലാണ്ട്, താമസിക്കാനൊരു വീടില്ലാണ്ട്, കിടക്കാനൊരു സ്ഥലമില്ലാണ്ട് നമ്മുടെ മുന്നു ഇങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ മെയിൻ വാറിങ്ങിനെ, അതായത് മിസ്സിസ് മെയിൻ വാറിങ്ങിനെ ആള് കാണുന്നത്. ഓക്കെ, കണ്ടുമുട്ടുന്നു. ആൻഡ് വെൽത്തി ആയിട്ടുള്ളൊരു വുമണായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ ഡെസൻഡൻ്റ് ആയിരുന്നു എങ്കിലും ആള് അരിസ്ട്രോക്രാറ്റിക് ആയിട്ടുള്ളൊരു ബ്രിട്ടീഷ് ലേഡി ആയിരുന്നു ആള്. ഓക്കെ, സോ അവൾ ഓടിച്ചിരുന്ന കാറ് മുന്നുവിനെ പോയി ഇടിക്കുകയായിരുന്നു. ദെൻ മുന്നുവിനെ അവൾ എന്ത് ചെയ്തു, അവളുടെ എസ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. സോ ഹി ഫൈൻഡ്സ് ഹിംസെൽഫ് ഇൻ ഹെർ എസ്റ്റേറ്റ് ഇൻ സിംലയിലായിരുന്നു ആ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ആളുടെ ജേണി എവിടെ എത്തി, ഹിമാലയാസിലെത്തിയിട്ട് ഹീസ് ഗിവൺ വർക്ക് പുള്ളിങ് ദി ലേഡീഷിപ്സ് റിക്ഷോ ത്രൂ ദി സ്റ്റീപ്പ് ആൻഡ് സ്ട്രീറ്റ്സ് ഓഫ് ദി ടൗൺ. അപ്പോൾ ടൗണിൽ റിക്ഷ വലിക്കുന്ന ഒരു ജോബ് നമ്മുടെ മുന്നുവിന് കിട്ടി. Then the work is taxing, but Munu is grateful for it, the religious, the familiar sight of the nearby mountains. ആ വാക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു എങ്കിലും ആൾ വളരെ ഹാപ്പി ആയിരുന്നു. ബിക്കോസ് അവിടെ കാണുന്ന പിന്നെ നിയർ ബൈ മൗണ്ടെയ്ൻസ്, ആ മൗണ്ടെയ്ൻസൊക്കെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാരണം ആ മൗണ്ടെയ്ൻസൊക്കെ നമ്മുടെ മുന്നൂന് ഫെമിലിയർ ആയിരുന്നു. അതുകൊണ്ട് ആ ഫെമിലിയർ ആയിട്ടുള്ള മൗണ്ടെയ്ൻസൊക്കെ കാണുമ്പോൾ ആൾക്ക് വളരെ ഹാപ്പിനെസ് തോന്നിയിട്ടുണ്ടായിരുന്നു. At the point, however, he begins to show the telling signs of tuberculosis. അവിടെ വെച്ചിട്ട് ആൾക്ക് ട്യൂബർക്കുലോസിസിൻ്റെ, TBയുടെ പിന്നെ ലക്ഷണങ്ങൾ, സയൻസ് അല്ലെങ്കിൽ സിംറ്റംസ് വന്നു തുടങ്ങി. ആൻഡ് ഹൈ ഫീവർ വരാൻ തുടങ്ങി. പിന്നെ ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരാൻ തുടങ്ങി. ആൻഡ് ആ 15ാമത്തെ വയസ്സിൽ ആളെന്ത് ചെയ്യാണ്, മുന്നു മരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഒരു ഹാപ്പി എന്ന് പറയുന്ന ഒരു എൻഡിങ് നമുക്കിവിടെ കിട്ടില്ല. കാരണം അത്രയും ഹൊറിബിളായിട്ടുള്ളൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ് പിന്നെ നമ്മുടെ കൂലി എന്ന് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ സമ്മറി. സോ ഷോർട്ട് സമ്മറീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ഷോർട്ട് സമ്മറീസിൽ ഒന്നും വിടാതെ ഞാനിപ്പം പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി ഇതിൻ്റെ അനാലിസിസ് കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. അനാലിസിസ് നമുക്ക് സെക്കൻഡ് വീഡിയോ ആയിട്ട്, ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ദെൻ അത് നാളെ രാവിലെ തന്നെ അത് അപ്ലോഡ് ആവുന്നതാണ്. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ദെൻ പിന്നെ വേറൊരു കാര്യം, 21st സെഞ്ച്വറിൻ്റെയും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ എൻഗേജ്മെൻറ്റിൻ്റെയും ട്യൂഷൻ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിടാം. അതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഒരു 2 ഫോൺ നമ്പർ കൊടുക്കാം, അതിൽ വാട്സപ്പ് ചെയ്യുക. ട്യൂഷനുള്ള ആവശ്യമുള്ള ആളുകൾ അതിലേക്ക് വാട്സപ്പ് ചെയ്യുക. ദെൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.